പറയുന്നത് ആന മയങ്ങിയിട്ടുണ്ട്. അതായത് ആന മയങ്ങി എന്ന് പറയുമ്പോൾ ഇനി ആനയുടെ കാലുകൾ ബന്ധിക്കും, അതുപോലെ തന്നെ തുമ്പിക്കൈ ബന്ധിക്കും, മുഖം മറയ്ക്കും. അതിനുശേഷം ആനയ്ക്ക് ചികിത്സ ആരംഭിക്കും. അപ്പോൾ ഇനി ഒരു കുറച്ച് സമയം, നമ്മൾ നേരത്തെ പറഞ്ഞ 10 മിനിറ്റ് എന്ന് പറഞ്ഞു, അപ്പോൾ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഏകദേശം 3-4 മിനിറ്റുകൾ മാത്രമാണ് പിന്നിടുന്നത്. അപ്പോൾ ഇനി ഒരു 4-5 മിനിറ്റുള്ളിൽ നമ്മൾ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ തന്നെ ചികിത്സ കൃത്യമായി തന്നെ ആനയുടെ ചികിത്സയും ആരംഭിക്കും എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ ഈ ചികിത്സാ രീതിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അതായത് ചികിത്സ കഴിഞ്ഞാലും ആനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം, അതായത് ഈ അതിരപ്പള്ളി ചാലക്കുടി പുഴയിൽ നിന്നും ആനയ്ക്ക് വെള്ളമുണ്ട്, ഇരുകരകളിലും ആനയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ആന ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവില്ല എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായും നമ്മൾ പറയാനുള്ള ഒരു കാര്യവും അത് തന്നെയാണ്. അരുൺ സക്രിയ സംഘവും ഇന്നലെയൊക്കെ പറഞ്ഞപ്പോഴും, അതായത് അവർ ഇന്നലെ ഈ ആന കാട്ടിലേക്ക് വരണ്ടോടി കാട്ടിലേക്ക് കയറിയപ്പോഴും അവർ ആദ്യം തിരച്ചിൽ നടത്തിയ, അല്ലെങ്കിൽ ആദ്യം അവർ പരിശോധന നടത്തിയിരുന്നത് കൃത്യമായി തന്നെ ഇവിടെയായിരുന്നു. അതായത് ഇന്നലെ അവർ ആദ്യം പരിശോധന ആരംഭിച്ചത് ഇവിടെയായിരുന്നു. അതായത് ഈ ചാലക്കുടി പുഴയുടെ തീരങ്ങളിലായിരുന്നു അവർ ഇന്നലെ ആദ്യം ഈ ആന വനത്തിലുള്ളാണെന്ന് പറയുമ്പോഴും ആദ്യ തിരച്ചിൽ നടത്തിയത് ഇവിടെയായിരുന്നു. ഇന്നും അവർ ഇത്തരത്തിൽ ആദ്യ തിരച്ചിൽ നടത്തിയതും ഈ പുഴയുടെ തീരത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഈ തീരത്തിലേക്ക് ഇവിടെ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ആദ്യ പരിശോധനകൾ ഈ ഭാഗത്ത് തന്നെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആന, അതായത് ഈ ആനയ്ക്കുടെ മറ്റ് ചികിത്സാ രീതി അല്പസമയത്തിനുള്ളിൽ തന്നെ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും, അത് തുടങ്ങും. എന്തായാലും ഈ ആന മയങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആനയെ പിടികൂടാനായി മയക്കുപിടി കൃത്യസമയത്ത് നൽകാനായി അപ്പോൾ ആനയ്ക്ക് കൃത്യമായി തന്നെ ചികിത്സ ലഭിക്കുന്നു. അത്യന്തം അവസ്ഥനായിരുന്നു ആ ദൃശ്യങ്ങളിൽ, അല്ലെങ്കിൽ ആ നടന്നു പോകുന്ന വിഷ്വലുകളിൽ നിന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുമായിരുന്നു. ആന മയങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് എന്തായാലും അത്യന്തം അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആന ചുറ്റിച്ചു എന്നുള്ളത് നമ്മൾ കൂടി ഓർക്കണം. കാരണം ഇന്നലെ ഈ ഉൾക്കാട്ടിലേക്ക്, ഏറെ ഉള്ളിലേക്ക് അവർ പോയിരുന്നു, കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് പോയി. പക്ഷെ അപ്പോഴൊന്നും ആനയെ കണ്ടില്ല. 9 കൊമ്പന്മാരെ കണ്ടു. ആ കൊമ്പന്മാരിൽ ഒന്നും തന്നെ ഈ ആന ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയും ഈ ആന നടന്നു വരുമ്പോൾ ആ ആനയ്ക്കൊപ്പം 2 കൊമ്പന്മാരുണ്ടായിരുന്നു. ആ 2 കൊമ്പന്മാർക്കൊപ്പമാണ് ആന ഈ അതിരപ്പള്ളി പുഴ മുറിച്ച് കടന്നു പോയത്. അത് ആ ദൃശ്യങ്ങളിൽ കൃത്യം തന്നെ വ്യക്തമാണ്. അതിനുശേഷം ഈ മറ്റ് ഒരു കൊമ്പൻ കൂടി, നമ്മൾ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു 4 ആനകളുണ്ടോ എന്ന് സംശയമുണ്ട്, 4 ആനകൾ നിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയാണ് അവിടെ 3 ആന ഇപ്പോഴും നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് ഇപ്പോഴും 3 ആന നിലയുറപ്പിച്ചിട്ടുണ്ട്, 3 കൊമ്പന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നുമാണ് ഇപ്പോൾ അവിടെ ആ കൂട്ടത്തിൽ നിന്നും, ഈ പുഴ മുറിച്ചടന്ന ശേഷം കൂട്ടത്തിൽ നിന്നും ഒറ്റയ്ക്ക് വന്ന് ആന ഇവിടേക്ക് എത്തി. അതിനുശേഷമാണ് ഈ ഒറ്റയ്ക്കായ ആനയെ നേരെ ഓടിച്ചു കൊണ്ടുപോയി പ്ലാന്റേഷൻ, അതായത് അവിടെയുള്ള ക്ഷേത്രത്തിന് സമീപത്ത്, 1-ാം ബ്ലോക്കിലെ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ആനയ്ക്ക് അതിനുള്ള ചികിത്സ നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആനയുടെ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ദൃശ്യങ്ങൾ, അതായത് ആനയുടെ കുറച്ച് കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആന മയങ്ങി നിൽക്കുന്നതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കാര്യം. ആന എന്തായാലും മയങ്ങിയിരിക്കുന്നു. ആനയുടെ ചികിത്സ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്.